ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലത്തെ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രയോറിറ്റി വാച്ച് ലിസ്റ്റ് വീഡിയോസും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലെ അവസ്ഥയും ഇന്നത്തെ നിഫ്റ്റി ആൻഡ് എൻ്റെ ഫോക്കസിലുള്ള സ്റ്റോക്സിനെ കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം ഗ്ലോബൽ മാർക്കറ്റിലെ കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടലി പോസിറ്റീവാണ്. ഡോ ജോൺസ്, S&P 500, നാസ്ഡാക്ക് എല്ലാം മോസ്റ്റ്ലി പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഫ്രൈഡേ ക്ലോസിങ് അത്യാവശ്യം മോശമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റും സ്ട്രേറ്റ് ടൈം സാംസങ്ങും തായ്വാൻ വെയിറ്റുകളെല്ലാം നോക്കുമ്പോഴത്തേക്ക് എല്ലാം ഒരു പോസിറ്റീവ് ബുള്ളിഷ് സ്ട്രെങ്ത് കാണിക്കുന്നതായിട്ട് നമുക്കിപ്പം ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി മോസ്റ്റ്ലി 150 പോയിന്റ്സ് അപ്പാണ്. സോ നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്ന് ഫോക്കസിലുള്ള സ്റ്റോക്കുകളിൽ ഒന്ന് ഞാൻ നിഫ്റ്റി പറയുന്നതിന് മുന്നേ ഒന്ന് പറയുകയാണ്, ഇൻഫോസിസ് ആണ്. സോ ഇൻഫോസിസിൽ ഞാൻ ഓൾറെഡി എൻറ്റേർഡ് ആണ് ഗ്ലോബൽ ലെവൽസിൽ നിന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഇൻഫിയുടെ പെർഫോമൻസ് ഇന്ന് നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പോൾ ഇൻഫി ഡൗൺ സൈഡ് ആണോ അപ്പ് സൈഡ് ആണോ വരാൻ പോകുന്നതിനൊക്കെ നിങ്ങൾ കാണാം. ആൻഡ് എല്ലാവരും എന്തായാലും ഒന്ന് ഇൻഫിയുടെ ഒരു പ്രയോറിറ്റി IT സ്റ്റോക്സും പിന്നെ ഫാർമ സ്റ്റോക്സും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കണം. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒന്ന് വിട്ടുപോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ആദ്യമേ ഞാനിതൊന്ന് സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഇന്ന് നിഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നിഫ്റ്റി എന്ന് എങ്ങനെയാണ് പെർഫോം ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അപ്പോൾ ആദ്യത്തെ ഒരു ക്രൂഷ്യൽ ലെവൽസ് എല്ലാം ബ്രേക്ക് ചെയ്ത് പോകുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. നിഫ്റ്റി സൂപ്പർ ബുള്ളിഷ് ആവാൻ ഒറ്റ കാര്യം നടന്നാൽ മതി, ഈ കഴിഞ്ഞ ഹൈസ് ഓൾ ടൈം ഹൈക്ക് സമീപം ഉണ്ടാക്കിയ ഹൈസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു പുതിയ ടെറിറ്ററിയിലേക്ക് നീങ്ങുകയാണ് ഉണ്ടാവുക. സോ നമുക്കിവിടെ ഒരു മൈന്യൂട്ട് ലെവൽസിൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു ഏരിയ 26,050 എന്ന് പറയുന്നത് ഒരു സപ്ലൈ സോണായിട്ട് പലവട്ടം ആക്ട് ചെയ്ത സോയാണ്. 26,050 ഒരു സപ്ലൈ സോണും ആൻഡ് അതിനുശേഷം ഒരു മൂവ്മെൻറ്റ്, അതിനുശേഷം ഈസിലി ഒരു 120 പോയിന്റ്സിൻ്റെ മൂവ്മെൻറ്റ് നിഫ്റ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 26,050 ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ക്രൂഷ്യൽ കാര്യം. ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 26,200, 300 പോയിന്റ്സിന്റെ അങ്ങോട്ടുള്ള ഒരു യാത്ര വരുന്ന ദിവസങ്ങളിൽ ഈസിലി നടക്കും. ജസ്റ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മാത്രം മതി. ആൻഡ് പ്രോപ്പർലി ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് 25,700 റേഞ്ച് ആക്ട് ചെയ്യുന്നുണ്ട് പലവട്ടമായിട്ട്. സോ ഈ ഒരു ഡിമാൻഡ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകാനുള്ള ഒരു എന്താ പറയുക ഒരു പോസിബിലിറ്റി നമുക്ക് മുന്നിലുണ്ട്. സോ നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷന് മറിച്ച് മാർക്കറ്റ് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ഡിമാൻഡ് ഏരിയ ആയിട്ട് നമ്മൾ വരച്ച ഈ ഗ്രീൻ സോൺ ആക്ട് ചെയ്യും. അതും ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ 25,370. അപ്പോൾ ഈ രണ്ട് സോൺസ് നമ്മൾ രണ്ട് വ്യൂവും നമ്മൾ എന്തായാലും മനസ്സിലാക്കി വെച്ചിരിക്കണം. അതുകൊണ്ടാണ് ഈ രണ്ട് സൈഡിലേക്കുള്ള വ്യൂ നടന്നാലും ഉള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ നമ്മൾ ഈ ഒരു ഏരിയാസും എപ്പോഴും മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒന്ന് പരിശോധിക്കാം. സോ ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഞാൻ സെയിം വ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ മാത്രമേ ഞാൻ ബുള്ളിഷോ അല്ലെങ്കിൽ ബെയറിഷോ ആവത്തുള്ളൂ. സോ അത് തന്നെയായിരിക്കും ഇന്നത്തെ എൻ്റെ ഒരു നിലപാട്. ഒന്നെങ്കിൽ 59,540 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു അറ്റംപ്റ്റ് ഈ ഒരു സപ്ലൈ റേഞ്ചിലേക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ്, ഒരു 500 പോയിന്റ്സിന്റെ മൂവ്മെന്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ആൻഡ് ഡിമാൻഡ് ഈ ഒരു ഡിമാൻഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 57,490 ഒരു അറ്റംപ്റ്റ്, ഒരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുന്നവരെ എൻ്റെ ബാങ്ക് നിഫ്റ്റിയിലെ വ്യൂ സെയിം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടതായ ന്യൂസുകൾ ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ക്വാർട്ടർലി ഏർണിങ്സ് പല കമ്പനികളിലും വരുന്നുണ്ട്. സുദീപ് ഫാർമയുടെ ക്വാർട്ടർലി ഏർണിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റിൽ ചെറിയ ഒരു കുറവുണ്ടായിട്ടുണ്ട് ആൻഡ് റവന്യൂ ഗ്രോത്ത് ബെറ്റർ ഉണ്ടെന്നുള്ള കാര്യമുണ്ട്. സോ വിദ്യ വയേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് റീസെന്റ് IPO സ്റ്റോക്കാണ്. അതിന്റെ റിസൾട്ട് വരുന്നുണ്ട്. അതും എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് പറഞ്ഞാൽ കിംസ് ഒരു പുതിയ ലീവ് ആൻഡ് ലീസ് എഗ്രിമെന്റ് ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് വിത്ത് ആന്ധ്ര മഹിളാ സഭയായിട്ട് ചേർന്നിട്ടാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 1,168 ഏക്കേഴ്സ് ലാൻഡ് അക്വയർ ചെയ്ത ശേഷം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഒരു 300 ബെഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ GE വെർണോവ ആൻഡ് T&D എന്ന കമ്പനി ഒരു മൾട്ടി ഇയർ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടാണ്, സൈൻ ചെയ്തിട്ടുണ്ട്. ശേഷം ഗ്രാനുൾസ് ഇന്ത്യക്ക് ഉള്ളൊരു ന്യൂസ്, അതൊരു ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ആൻഡ് പ്രയർ അപ്രൂവൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞതായിട്ടുള്ള ന്യൂസ് നിലവിലുണ്ട്. ആൻഡ് പ്രധാനപ്പെട്ട വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ആണ്. ഒരു കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഒരു ജോയിന്റ് വെഞ്ചറുമായിട്ട് ചെയ്യുകയാണ്. ഹിന്ദുസ്ഥാൻ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജോയിന്റ് വെഞ്ചർ ചെയ്യുന്നതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സോ ഈ ഒരു സ്റ്റോക്സ് എല്ലാം നമ്മൾ
ടോട്ടലി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സ് ആണ്. അപ്പം ഇതിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിദ്യ വയേഴ്സിൻ്റെ കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിച്ച് വിടുകയാണ്. കാര്യം ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന പ്രയോറിറ്റികളിൽ ഒന്നാണ്. അപ്പോൾ നമ്മുടെ വീക്ക്ലി വാച്ച് ലിസ്റ്റിലുള്ളത് സെപ്പറേറ്റ് നിങ്ങൾ കണക്കാക്കുക. കണ്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. അപ്പം വിദ്യ വയേഴ്സിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഇന്നത്തെ റിസൾട്ട് വരുന്നുണ്ട്. സോ ഞാൻ ഫ്രൈഡേ എൻട്രി ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ബട്ട് റിസൾട്ടിൻ്റെ കാര്യം ഉള്ളതുകൊണ്ട് തന്നെ എൻട്രി ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് വിദ്യ വയേഴ്സ്. സോ നല്ല റിസൾട്ട് ആണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ്, അത് തന്നെയാണ് നമ്മുടെ പറയുന്നത്. 55ക്ക് മുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വിദ്യാഭ്യാസ വെള്ളിയാഴ്ച ദിവസത്തെ ട്രേഡിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തു. ഈ റെഡ് ക്യാൻഡിൽ കണ്ടിട്ട് ഞാൻ ഹോൾഡ് ചെയ്തു എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സപ്ലൈ റേഞ്ചാണ് അല്ലേ. ഈ ഒരു സപ്ലൈ റേഞ്ചിൽ മാർക്കറ്റ് ഒന്ന് സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടു എന്നുള്ളതിൻ്റെ അർത്ഥം ആ സ്റ്റോക്ക് മോശമായി പെർഫോം ചെയ്തു എന്നാണോ? അല്ല, ആ സ്റ്റോക്ക് ആ സപ്ലൈ റേഞ്ചിലും അത്യാവശ്യം നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ ഒരു സപ്ലൈ അടിയാൻ സാധ്യതയുള്ള സോണിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് നിന്നു, കുറച്ചധികം നേരം കൺസോളിഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 55 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 3 to 4% മൂവ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. മേ ബി ഒരു 15% മൂവ്മെൻറ്റ് വരെ ഞാനിത് പ്രതീക്ഷിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല റിസൾട്ട് ആണെങ്കിൽ. സോ വിദ്യ വയേഴ്സ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശേഷം നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തതാണ്. KEC ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഒരു ഡിമാൻഡ് ഏരിയയിൽ നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, KEC ഒരു ഡിമാൻഡ് ഏരിയ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 665 മുകളിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് പോസിബിലിറ്റി ഇതിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ KEC ഇന്റർനാഷണൽ സ്റ്റിൽ ഇൻ വാച്ച് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു പെർഫോം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. 665 താഴെ പോയാൽ വീണ്ടും വീക്ക്നെസ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ശേഷം നമുക്കൊരു ഈ ഒരു ഏരിയയിൽ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ മേ ബി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഞാൻ എന്തായാലും ഒരു ചെറിയ റിസ്ക് ഉള്ളതുകൊണ്ടാണ് പുതിയ എൻട്രി എടുക്കാതെ എന്നാലും വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തെങ്കിലും മൂവ്മെന്റ് വരുമോ ഇല്ലെന്ന് നോക്കാം. ഒന്നെങ്കിൽ ഈ ഒരു ഡെപ്തിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുകയാണ് KEC ഇന്റർനാഷണലിൻ്റെ കാര്യത്തിൽ. ശേഷം IGL എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ഈ ഡിമാൻഡ് ഏരിയയിൽ വെച്ചിട്ടുള്ള കമ്പനികൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തതാണ് IGLൻ്റെ കാര്യങ്ങളെല്ലാം. സോ IGL നമ്മൾ ഇതേപോലെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ IGL ചെയ്യുന്ന റീസെൻ്റ്ലി എന്നുള്ള ഡിമാൻഡ് സോണിൽ നിന്നും അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. ഇപ്പം IGL 193 റേഞ്ചിലാണ് നിൽക്കുന്നത്. സോ ഒരു ഡെപ്തിലേക്ക് താഴോട്ട് വന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മൂവ്മെൻറ്റ് 220, 230 റേഞ്ചിൽ ആ ഒരു സപ്ലൈ സോണിലേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് സ്റ്റോക്സ് നമുക്ക് റിവേഴ്സൽ സൈൻസും കാണിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇത്രയും ദിവസത്തെ ഒരു പ്രശ്നത്തിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെങ്ത് കാണിക്കുന്നതുകൊണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റോക്സ് ഈ ഒരു സെല്ലിംഗ് പ്രഷറിൽ നിന്ന് അതിജീവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ NCC നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റോക്സ് ഇന്ന് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ ബേസിക്കലി മാർക്കറ്റിൻ്റെ ഒരു സ്ട്രെങ്ത്താണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഒരുപാട് സ്റ്റോക്സ് നമ്മൾ ഇടാൻ കാര്യം തന്നെ അത് തന്നെയാണ്. കാര്യം നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ ഒരു പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് അറിയാം. കാര്യം റിവേഴ്സൽ സൈൻസ് ആണ്. കാര്യം ഇത്രയും ദിവസത്തെ ഒരു മാർക്കറ്റിന്റെ പ്രഷർ അതിജീവിക്കുന്ന സ്റ്റോക്കുകളെല്ലാം നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടു. ഉള്ളതിൽ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്സ് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിന് വേണ്ടി കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് സെഷൻ എടുക്കാൻ നോക്കാം. ഇന്നത്തെ മാർക്കറ്റിന്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ നോക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ പോസ്റ്റ് മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് ആൻഡ് നല്ലൊരു പ്രോഫിറ്റബിൾ വീക്ക് നേരുകയാണ്.